കർണാടകയിലെ മംഗളൂരുവിൽ വൻ MDMA വേട്ട. 37.87 കിലോ MDMAയുമായി 2 ആഫ്രിക്കൻ സ്വദേശിനികൾ അറസ്റ്റിലായി. 75 കോടിയിലധികം വില വരുന്ന ലഹരിമരുന്നാണ് പിടികൂടിയത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇവരെങ്ങോട്ടേക്കൊക്കെയാണ് ഇത് എത്തിക്കുന്നത് എന്നതിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അന്വേഷണം അനുജ, കർണാടകയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ MDMA വേട്ടയാണ് ഇപ്പോൾ നടന്നത്. ഏതാണ്ട് 75 കോടിയിലധികം വില വരുന്ന 38 കിലോയിലധികം തൂക്കം വരുന്ന MDMAയാണ് പിടികൂടുന്നത്. കഴിഞ്ഞ 6 മാസം കൊണ്ടാണ് പോലീസ് ഒരു വലിയ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്നത്. 6 മാസങ്ങൾക്ക് മുമ്പ് ഹൈദരാലി എന്നൊരാളെ സെപ്റ്റംബർ മാസത്തിൽ പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്ന് 15 ഗ്രാം MDMA കണ്ടെത്തി. ഇയാളൊരു വിതരണക്കാരൻ മാത്രമാണ്, ഏറ്റവും അവസാന കണ്ണി മാത്രമാണ് എന്ന് പോലീസ് മനസ്സിലായി. പക്ഷേ അയാളിൽ നിന്ന് ചില സൂചനകൾ കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അന്വേഷണം മുന്നോട്ട് പോയപ്പോഴാണ് ഒരു പീറ്റർ എന്ന ഒരു ആഫ്രിക്കക്കാരനെ കൂടി പിടികൂടിയത്. ഇയാളിൽ നിന്ന് അന്ന് ഏതാണ്ട് 6 കിലോ MDMAയാണ് പിടികൂടിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഈ ബംഗളൂരുവിലേക്കും മംഗളൂരുവിലേക്കും ഒക്കെ തന്നെ ലഹരി മരുന്ന് എത്തിച്ചിരുന്ന പ്രധാനപ്പെട്ട 2 പേരെ കൂടി പിടികൂടിയത്. 2 പേരും നൈജീരിയൻ സ്വദേശിനികളാണ്. ഒരാൾ 2020-ലും ഒരാൾ 2016-ലും ബിസിനസ് വിസയിൽ ഇന്ത്യയിൽ വന്നതാണ്. ഇന്ത്യയിൽ മറ്റ് പല ജോലികൾ ചെയ്യുന്നു എന്ന വ്യാജേനയാണ് അവർ ഇങ്ങനെ കഴിഞ്ഞു പോയിരുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഏതാണ്ട് 37 തവണയാണ് ഇവർ ബംഗളൂരു വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്തെത്തിയത്. ബംഗളൂരുവിലേക്ക് ഇങ്ങനെ ലഹരി മരുന്ന് ഈ യാത്രകളിലൊക്കെ അവർ കൊണ്ടുവന്നു എന്നതാണ് പറയുന്നത്. പിന്നീട് അവിടെ നിന്ന് റോഡ് മാർഗം മാംഗ്ലൂരിലേക്ക് പോകുന്നതായിരുന്നു ഇവരുടെ രീതി. മാത്രമല്ല 22 തവണ മുംബൈയിലേക്കും ഇവർ യാത്ര ചെയ്തിട്ടുണ്ട്. അതായത് രാജ്യത്തിൻ്റെ പലയിടങ്ങളിൽ ഇവർക്ക് ലഹരി ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത്. ഇക്കഴിഞ്ഞ 30-ാം തീയതിയാണ് രാത്രി 9:50-ന് ദില്ലിയിൽ നിന്നുള്ള വിമാനത്തിൽ 12:30-യോടെയാണ് അവർ ബാംഗ്ലൂരിൽ എത്തുന്നത്. അവിടെ നിന്ന് മംഗളൂരുവിലേക്കുള്ള യാത്രാ മധ്യേ രാവിലെ ഏതാണ്ട് 7:30-യോടെയാണ് ഈ 2 പ്രതികളെയും പോലീസ് പിടികൂടുന്നത്. ഇതിൽ അന്വേഷണം ഒതുങ്ങില്ല. കൂടുതൽ വലിയ കണ്ണികളിലേക്ക് ഏതായാലും അന്വേഷണം പോകുമെന്ന് ഇപ്പോൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഏതായാലും കർണാടക പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്വേഷണ മികവിന് ഉള്ള ഒരു സാക്ഷ്യം കൂടിയേ, അവർക്ക് വലിയ ഒരു നേട്ടം കൂടിയാണ് ഈ ലഹരി വേട്ടയിൽ. അനുജ, അതാണ് കർണാടകയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ലഹരിവേട്ട. അതാണിപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത് മംഗളൂരുവിൽ നിന്ന് എന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ നൽകിയ വിവരം. കൃത്യമായി പറഞ്ഞാൽ 37.87 കിലോ, അതായത് 38 കിലോ MDMAയുമായി 2 ആഫ്രിക്കൻ സ്വദേശിനികളാണ് അറസ്റ്റിലായത്. ഇതിന് 75 കോടിയിലധികം രൂപ വില വരും എന്നതാണ്.